ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മിക്സ് ആൻഡ് ടേസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് എത്തിയിട്ടുള്ളത് ഒരു നാടൻ ചിക്കനായിട്ടാണ്. നാടൻ ചിക്കൻ പെരട്ട് എന്നൊക്കെ പറയാം. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഞാൻ ചെറുപ്പം മുതൽ കണ്ടുവരുന്നൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒട്ടും നമുക്ക് ബോറടിക്കാത്ത മടുക്കാത്തൊരു ഡിഷാണ് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് വെക്കുക. ഈ നാടൻ ചിക്കൻ തയ്യാറാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ മെത്തേഡ്സും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിനനുസരിച്ചിട്ടൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെക്കുക. ഈ ഡിഷ് തയ്യാറാക്കുന്നത് നമ്മൾ നല്ലെണ്ണയിലാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ വളരെ നമ്മുടെ വീട്ടിലുള്ള നാടൻ രീതിയിൽ കേട്ടോ, പഴയ ആ ഒരു സ്റ്റൈലിലാണ്. അപ്പോൾ ആദ്യം നമുക്കൊരു മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ജീരകം. ഇത് രണ്ടും ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഇനി ഞാനിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇതൊന്ന് ഭയങ്കര സോഫ്റ്റ് ആവുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചേർത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ ഒരു റോ സ്മെല്ലും കൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം ഒന്ന് സോഫ്റ്റായി വരുന്ന ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി ഇതിൻ്റെ എണ്ണ തെളിയുന്നത് വരെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ലപോലെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇനി ചിക്കനും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിതൊരു ആദ്യത്തെ ഒരു 3 മിനിറ്റ് നേരം നമ്മളിത് തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യുക. അതിനുശേഷം അടച്ച് വെച്ച് ഒട്ടും വെള്ളമൊന്നും ചേർക്കുന്നില്ല, നമ്മൾ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളൊരു 3 മിനിറ്റ് നമ്മളിത് തുറന്ന് വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 8 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കുള്ളൂ. 8 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് നല്ല വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു ഗ്രേവി നമുക്ക് പൊറാട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ വേണ്ടവർക്ക് ഇത്രയും ആക്കിയിട്ട് നമുക്ക് ഈ ഡിഷ് ഉപയോഗിക്കാം. ഇപ്പം നമുക്കിതൊരു നാടൻ പെരട്ടാക്കി എടുക്കുമ്പോൾ നമ്മളിത് നല്ലപോലെ ഇതിലത്തെ ഗ്രേവിയൊക്കെ വറ്റിച്ചെടുക്കണം. ഈ ഗ്രേവി ഏകദേശം ഇതിലേക്ക് വറ്റി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് പോയിട്ടോ, കാരണം ക്യാമറ ഓവർ ഹീറ്റ് ആയപ്പോൾ ഓഫ് ആയത് കാരണം ആ വീഡിയോ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് നിങ്ങളത് നന്നായിട്ട് നോക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ നല്ല പോലെ വരട്ടിയെടുക്കുക കേട്ടോ. വെള്ളമൊക്കെ ഇതിൻ്റെ ഗ്രേവിയൊക്കെ വറ്റിയിട്ട് പെപ്പർ പൗഡറും ഗരം മസാലയും ചേർക്കാൻ മറന്നു പോകരുതേ. അതോടെ ചേർത്തിട്ട് വേണം നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കാൻ. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ നാടൻ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല. ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി. അതുപോലെ ചപ്പാത്തി ആണെങ്കിലും ഒക്കെ നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ എത്ര കഴിച്ചാലും നമുക്കിത് മതിയാവുമില്ല, മടുപ്പും വരില്ല. ഇത്രയും നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.